സ്ഥലം മോശമില്ല. 75 സെന്റ് സ്ഥലമുണ്ട്. 75 പിന്നെ പിന്നെ ഒരു വീടും ഉണ്ട്. വീട് കുറച്ച് പഴക്കമുണ്ട്. അത് നോക്കിട്ട് ഞാൻ വീട് കണക്കി കൂട്ടിയിട്ടില്ല. ചേട്ടാ ആ കാശിന്റെ കാര്യത്തില് ചെലവാക്കി തരാൻ പറയും. നിങ്ങളെന്തായി പറയണേ? അയാൾ മഹാ കച്ചറയാണേ. പിന്നെ എന്നെ ഒന്ന് കണക്കിലെടുത്താ നിങ്ങളെ കാര്യം ഞാൻ പറ്റില്ല. എന്നാ ഈ വീടിന്റെ വാടകക്കാരെ ഒഴിവാക്കുമല്ല. അതല്ലേ ഒഴിവാണ്. ഹലോ, വീട് താക്കോന്ന് ഞാൻ കൊടുത്തേക്കണം കേട്ടാ. അല്ല, ഈ സാധനങ്ങൾ കേൾക്കി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം. പോവാ. മേശം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോ എവിടേക്കാ എന്നെ ശ്യാമളെ നിങ്ങൾ വന്നേണേ. എന്തിനാ കോഴിയൊന്ന് കൊണ്ടിക്കാല് 100 ആക്കി പറഞ്ഞു. ഞാൻ സാധനം വല്ല അയൽമക്കാർക്ക് കൊടുത്തത്. നമ്മളെ ഈ പുതിയ സ്ഥലത്ത് ചെന്ന് താമസിച്ച് കഴിഞ്ഞാൽ അവിടെ കോഴിക്കോട് ഉണ്ടാക്കാനൊക്കെ സൗകര്യം ഉണ്ടാവോ? അത് പറഞ്ഞ് മേടിച്ചാൽ മതി. ഉണ്ടാക്കൊന്നും വേണ്ട. വെറുതെ വേണ്ട. ആരെങ്കിലും കൊടുത്തിട്ട് പണി കൊറേ പണി വേറുണ്ട് ഇവിടെ. ഇതെന്തിനാ കോഴീനെ നിങ്ങൾ നോക്കണ? 15 കോഴി ഉണ്ട്. അത് അങ്ങനെ കടക്കാർക്ക് അങ്ങനെ വെറുതെ കൊടുക്കാനും പറ്റുമെന്ന് പണ്ടാണെങ്കിൽ പ്രശ്നം. ഈ സാധനങ്ങൾ കയറ്റി വെക്കണ്ട. ഈ ഗ്യാസ് കൊണ്ട് എന്റെ ഒറ്റ കയറ്റി വെക്കാൻ പറ്റുമോ? ആ മേശ കിടക്കുന്നു, അത് വെക്കാൻ പറ്റുമോ? ഈ സാധനങ്ങൾ വെക്കുന്നത് എന്നാ പിരിക്കാണ് പറഞ്ഞാൽ മതി. നീ 6:30 മണിക്ക് തുടങ്ങിയ പണിയാണ് മനുഷ്യൻ. നിന്റെ ഞാങ്ങൾ ഇട്ടുണ്ടല്ലോ. നേരെ വെളുക്കുമ്പോ ഈ വണ്ടി വിളിട്ടുണ്ട് പോക്കുമ്പോ ഇതല്ലേ ഇവിടെ ഇത്ര പണിയുണ്ട്. ഈ സമയത്തല്ലേ ഒരാളുടെ സഹായം വേണ്ടത് അല്ലേ? അതെ, വണ്ടിക്കാശ് നിങ്ങക്ക് ലാഭമായി കിട്ടി, അത് കൊണ്ടുവന്ന അത് പറയരുത്. വലിയ സഹായി പോയി ഒരു അനിയന്റെ. ഭയങ്കര സഹായി പോയി. വീട്ടുകാരൊക്കെ എവിടെ? എന്റെ വീട്ടുകാരെ മാത്രം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എടുക്കാൻ എന്റെ അച്ഛനെ അമ്മേനെ ഇങ്ങനെ വിളിച്ചോ ഈ സാധനങ്ങൾ വെച്ചേ. വെറുതെ വർത്തമാനം പറഞ്ഞോണ്ട് നിൽക്കുകയാണല്ലേ. അത് നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അതിന്റെ മുകളിലേക്ക് കേറുവോ? നീ രാവിലെ ഈ വണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു പോക്കുമ്പോഴല്ലേ ഇത്രയും സാധനങ്ങൾ ഇവിടെ 6 മണിക്ക് വന്നിട്ട് ഈ സാധനം ഇവിടെ കയറ്റണല്ലേ? ഇങ്ങോട്ട് വരാൻ തീരുമാനാക്കണ ഈ സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവിടുന്നു. എനിക്ക് വയ്യ, വാടക കയറ്റിക്കോ. എന്റെ കാലുകൊണ്ട് വയ്യാതെ കാല് ഉളുക്കിരിക്കാണ്. എന്റെ കൈക്ക് വയ്യ. നിങ്ങളുടെ കാലും നേരൊക്കെ റെഡിയാകുമ്പോ അങ്ങനെ എന്റെ കൈക്ക് വയ്യാന്നേ. അളിയാ, നിനക്ക് ഈ സാധനങ്ങൾ ഇവിടെ കയറ്റി പോണ്ടേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരാൾക്ക് താമസിക്കാൻ വേണ്ടിട്ടാ ഈ വാടക മാറുന്നത്. അതെ, നിന്റെ പെങ്ങളെന്റെ കൂടെ വന്നിട്ടാ കൂടി മനസ്സിലാക്കിയോ? വല്ലാത്തൊരു യോഗാണ് നിന്റെ യോഗന്റെ ദൈവമേ. ഇങ്ങോട്ട് മേടിക്കാൻ കുട്ടിയുടെ പോലെ ഒലക്ക നേരെ പോകുന്നു. 4 മണിയാകുമ്പോ അവിടെ വീട്ടിൽ കഴിച്ചിട്ടില്ല. മേളുണ്ടാക്കിന്റെ കാര്യം ഒറ്റയ്ക്ക് കയറ്റി വെക്കുമ്പോഴാണ് ഇങ്ങനെ ആയി പോണത്. അല്ലെങ്കിൽ ഒരു ഓർഡറിൽ വെക്കുന്നതാണ്. അവള് നിന്റെ പെങ്ങൾ കോഴിയുടെ പിന്നാലെ നിൽക്കാം. പോയത് അങ്ങനെ പറ്റേ. ഞാൻ ഒരാൾ ഈ മാച്ച് കഴിക്കാൻ നല്ലോണം പൊങ്ങും. ഈ മാച്ച് കഴിക്കാൻ നിന്നപ്പോഴാണ് നീ സൂത്രം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയത് അല്ലേ? അതെങ്ങൾക്ക് രണ്ടാൾക്കും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ആ മേശയുടെ ഉള്ളിൽ കയറ്റാൻ എന്താ ഇത്ര വലിയ പാട്? ഒരാളും 2 ആളും വിചാരിച്ചാ മാച്ച് കാണില്ല. 4 ആള് വേണം. അറ്റ്ലീസ്റ്റ് 3 ആള്. ഞാൻ മാച്ച് പറ്റാ കണക്ക് വല്ലാത്തൊരു വലത്തിലാണ്ട നിങ്ങളുണ്ട്. വീട് എളുപ്പല്ല. 5-8 വർഷമായി ഞാൻ ഈ പണിയാൻ വേണ്ടിട്ട്. എന്റെ കാല് ഒളുക്കിയിരിക്കാണ്. ഈ കാല് ഒളുക്കിയ കാലം കൊണ്ട് ഞാൻ ഈ മേശ പിടിക്കാൻ നിൽക്കട്ടെ? അതും ഞാൻ അന്നെ വിളിക്കുമ്പോ അനക്ക് ഇപ്പഴും വള്ളി പൊട്ടി കാര്യങ്ങളുള്ളൂല്ലേ? ഇതൊന്നും പിടിക്കരുത്. അപ്പോ അത്രയൊന്നും കിട്ടില്ല. പിടിച്ചത് ഒന്നിങ്ങേ എന്താ കാട്ടിന്
പൊങ്ങിക്ക് അപ്പടിക്കേ വെറുതെ മുക്കിന്ന് തന്നെ പൊങ്ങിക്കുന്നത് എന്ത് എന്നാ എന്ത് അവിടെ പിടിച്ചോ ഇന്നിപ്പോ സ്ഥലം മാറ്റി ഇന്നത്തെ ഞാനും ഒറ്റ എടുക്കാണ്ട് പോകണ്ട എവിടെ പിടിച്ചു പോ എന്താണോ പൊക്ക് അവിടെ കരങ്ങളുണ്ടെന്ന് എവിടെ അല്ല ഇവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ ഞാൻ അപ്പൊ നടക്കില്ല നടക്കില്ല എങ്ങനെ കൊണ്ടുപോകുന്നത് എന്റെ പൊന്നാളി അപ്പൊ ഒരു 100-500 ഉറുപ്പ്യ കൊടുത്ത് ആരെങ്കിലും വന്നിട്ട് ഈ സാധനം കഴിച്ചിട്ട് എനിക്ക് വെച്ച് തരും ഈ പൈസ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കയ്യിൽ വെച്ചാൽ എന്താ കാര്യം ദേവന്റെ അടുത്ത് കൊടുക്കുന്നു ഞാൻ ചെറിയ സത്യം നീ പറയുന്നത് ഞാൻ പണിയെടുത്തിട്ടാക്കണേ ആ നല്ലോണം നേരത്തെ പഞ്ചാബിൽ എത്തിയത് ചൊല്ലുണ്ട് ഒന്നും പണിയെന്നെ ചങ്ങാതി ഇന്നലെ തുടങ്ങിയ പണിയാ അന്ന് 6 മണിക്ക് സാധനങ്ങൾ കയറ്റാൻ പറ്റില്ല അപ്പൊ രാവിലെ വണ്ടിട്ടുള്ള പോകുമ്പോനാ എന്റെ അടുത്താണ് സത്യശീലാലും കൂടി എടുത്ത് കയറ്റിക്കൂടെ ഇനി എന്ത് കയറ്റാനുള്ള ഇനി ബാക്കി എന്നിട്ട് വാ എന്താണ് ഇങ്ങോട്ട് വാ അപ്പൊ ചായ ഒന്നും വേണ്ട ഇനിയിപ്പോ ചായ ചോറക്കാൻ നമുക്ക് കുടിക്കണം ഇങ്ങോട്ട് വാ അല്ലോ അത് നടക്കൂലേ പിടിച്ചിക്കാണ് ഊരെ പിടിച്ചിട്ടേ മിഞ്ഞാന്ന് രാത്രി പിടിച്ചതാ ആരും പിടിച്ചേ ഊരമ്മ പിടിച്ചാൽ ഉളിക്കിയതേ ഞാൻ ആകെ പ്രശ്നമാവും വിളിക്കത് ഒന്ന് പിടിച്ചാൽ ഒറ്റ കുഴപ്പമില്ല പിടിച്ചോ ഒറ്റ പിടിച്ചാൽ അല്ല ശ്യാമളേച്ചിയുടെ ഈ സാധനങ്ങളെല്ലാം ഇനി എടുത്തു മാറ്റണം ഇതൊക്കെ ഇത് നമ്മൾ മാറ്റി വെച്ചേക്കിട്ടാ പിന്നെ മൊയ്ത് വന്നില്ലേ എന്തിനു വേണം ഇതൊക്കെ എന്തിനാക്കണേ അത് നമുക്ക് കഥ അടിച്ചോ നിങ്ങള് പോയാലും എപ്പോഴാ വരിക നിങ്ങൾ എപ്പോഴാ വരിക പിന്നെയും കൊണ്ട് വരണ എന്തിനാ പിന്നെയും കൊണ്ട് വരണ്ട ആവശ്യം വെച്ചേ ആ നിങ്ങൾ അങ്ങനെ പറയണു ആൽക്കൂട്ടത്തുനിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട് നിന്റെ പേരിലാ ലോൺ എടുത്തിക്കണ് കേമി അപ്പൊ അതാണ് കാര്യല്ലേ ലോൺ എടുത്തിട്ടില്ല നിങ്ങള് ലോണെപ്പോഴും തന്നാ പോലെ 1200 രൂപയുള്ള മാസം അതങ്ങ് തരും കൃത്യമായിട്ട് ഇനി അഥവാ ഞാൻ ഇച്ചിരി വൈകിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് കയ്യിൽ ഇട്ടേക്കണം ഞാൻ കാണുമ്പോൾ തന്നാ പോരെ ചേച്ചി 1200 റുപ്യന്റെ അല്ല നിങ്ങൾ അത് തരാൻ പറ്റി വരുമല്ലോ അപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണാമല്ലോ അല്ലെങ്കിൽ നിന്നെ കാണാതിരിക്കുവേ ഞാൻ എന്റെ ആകെയുള്ള കൂട്ടുകാരിയല്ലേ നീ അല്ല നിങ്ങൾ പോയാൽ വിളിക്കുക തന്നെ ഞാനിനി എവിടെ പോണതാ പത്തല്ലേ നമ്പറൊക്കെ മാറ്റി കളയോ പിന്നെ ഞാനങ്ങ് ഗൾഫിലേക്കാണല്ലോ പോണത് നമ്പർ മാറ്റൊന്ന് പോകണം നമ്മുടെ കമ്പനി ബുക്ക് ചെയ്തു അതല്ലേ ചേച്ചി നിങ്ങൾ പോണെന്ന് പറയുമ്പോഴേ നോക്ക് എന്റെ മറ്റുന്നൊരു ആന്തലാണെന്ന് എന്തിന് പിന്നെ കാലാകാലം വരെ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റുമോ ചേച്ചി ഇതൊക്കെ ഏതിലിടാ ഇത് ഇവിടെ നീലവക്കത്തുണ്ടായിരുന്നു നമുക്ക് ആ ബാക്കിലോട്ട് ഇതില്ല സ്പൂണൊക്കെ ഇതിലിടട്ടെ പിന്നെ അഴിഞ്ഞു പോയി ദൈവമേ ഇതെന്റെ നടു പിടിക്കുള്ളൂ കോഴി ശീതളേട്ടാ ആ കോഴി പിന്നെ അഴിഞ്ഞു പോയി സീതാ
അതിന്റെ തലക്കൊന്നും കൊടുക്കാൻ വയ്ക്കാൻ നിനക്ക് നമ്മളെ പോയി അവിടെ നിൽക്കട്ടെ. ഇതിപ്പോ കേട്ടില്ലെങ്കിൽ ആ കയറ്റിറക്ക് തൊഴിലാളികൾ വന്നിട്ട് നിങ്ങൾക്ക് ചാർജ് ഇടൂ. കേട്ടല്ലേ ആ കേറ്റെന്ന് പറഞ്ഞാൽ എത്ര നേരം ഇങ്ങനെ കേട്ടാൻ തുടങ്ങിയിട്ടില്ല. കേറ്റ് കണ്ടല്ലോ. കോഴിനെ തലയിൽ കഴിഞ്ഞു വെച്ചെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ പോയിക്കോ. അത് പിടിക്കില്ല പോ. അത് പിടിക്കില്ല, ഞാൻ ക്ഷണിച്ചു. എനിക്ക് ചായ വേണം. പോയി ചായ ഉണ്ടാക്കാം. ആ ഒരു നല്ല തീരുമാനം. ചാണ്ടക ചായ ഇവിടെ എങ്ങനെ ഇടാനാ? ഞാൻ ഗ്യാസ് കൂരി എടുത്തു. അല്ലോ നീ ഇപ്പൊ എന്തിനും ഗ്യാസ് ഊരിയിട്ട് ഇവിടെ ഈ പണിയൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ്ടേ? അപ്പൊ എനിക്ക് ഇന്ന് അടുക്കളയിൽ ഇറങ്ങണ്ടേ? എന്റെ പണികളൊക്കെ പിന്നെ നിങ്ങൾ വന്നെടുക്കോ? വെടി ഓലക്കൊടി കത്തിച്ചുണ്ടാക്കണേ. പിന്നെ ഈ പെരുമഴയത്ത് ഓലയൊക്കെ അങ്ങനെ ഇരിക്കല്ലേ നനഞ്ഞു ചിഞ്ഞത്. ഇനിയിപ്പോ ഒരു ചായ അപ്പൊ വെള്ളം കുടിക്കാൻ എന്താ ഇന്ന്? കടയിൽ നിന്ന് മേടിക്കണം. അല്ലോ അപ്പൊ വർത്താനം പറഞ്ഞു നോക്കിയേ. അതെ അളിയൊക്കെ ചായ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ആ ജോസഫിളിന് വീട്ടിൽ പോയിട്ട് കുടിച്ചിട്ട് വരും. ആ അത് ചായ വേണോ? എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കുടിക്കണോ? ചായ വേണമെങ്കിൽ വന്നോ. എന്നാന്നേ ചെറുതൊക്കെ ഈ മേശ കൂടി പിടിച്ചിട്ട് പോയാ പോരെ? എടുത്തേക്കാം. ബാക്കി ചെറുതൊക്കെ എടുത്തോളൂ. വരാം. ഏതാ വളവന്നത് ഈ ജാതി നാക്കാണ്. പറഞ്ഞ ഒരക്ഷരം തിരിയില്ല. നിർത്തൂല. ആളൊരു തണുപ്പനാണ് നമുക്ക് മനസ്സിലായി. ആ മേശതാ, ആ മേശ ആദ്യം ആ മേശ പിടിച്ചിട്ടിട്ട് മതി ബാക്കി സാധനങ്ങൾ എന്ന് പറഞ്ഞാണ്. കേക്കണ്ടേ? കേട്ടില്ല. സത്യശീലിന്റെ വണ്ടിയിലാണ് സാധനം കൊണ്ടുപോകണം. എന്താ അളിയനാണത്? അവൻ നമ്മുടെ ഒരു വാക്ക് പറഞ്ഞില്ല. പറയുന്നത് പൈസ പോലെ. അതെ, പ്രൊഡക്റ്റ് മാക്സിമം മേടിക്കാതെ മേടിച്ചോളാം. സ്ഥലം മാറിപ്പോണേണ്. എന്താണ് ആരോട് ചോദിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വണ്ടി കയറുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വണ്ടി കയറുന്നത്? എന്താ ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങള് വീട് മാറി പോവാണ്. അതെ, ഈ സാധനം കയറ്റാനും ഇറക്കാനാണ് ഞങ്ങൾ യൂണിയൻകാരിവിടെ ഉള്ളത്. ഒരു പിടി സാധനങ്ങളുള്ളൂ. അതൊന്ന് ഷിഫ്റ്റാക്കുമ്പോ നമ്മള് സാധനങ്ങൾ ഇട്ട് കയറ്റണ്ടേ? ആക്കിക്കോന്ന് അതിനെ സഹായിക്കാനാണല്ലോ ഞങ്ങൾ വന്നത്. അല്ല, ഇതിപ്പോ നമുക്ക് പുറത്തുനിന്ന് ആള് വിളിക്കാനുള്ള സാധനങ്ങളില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റിണ്ട് സാധനങ്ങൾ കയറ്റാൻ വീട്ടുകാർക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. നിങ്ങളെ അവകാശവും നിയമമൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളാണ് ചെയ്യേണ്ടത്. അതെ, ഞാൻ തർക്കിക്കാൻ പറഞ്ഞല്ല, തർക്കിക്കല്ല. എന്തപ്പോ നിങ്ങളെ ആവശ്യം എന്താ? ചേട്ടനെ ഒറ്റക്കാണ് ഈ അലമാരിയൊക്കെ എടുത്തതിന്റെ പുറത്ത് കയറ്റിയത്? അത് ഞാനും എന്റെ ഭാര്യയും പിന്നെ അടിയനും ഉണ്ടായിരുന്നു. ഏത് മൊയ്തു? മൊയ്തു അവര് അയൽപക്കക്കാരെ അവര് പിന്നെ വരില്ല. നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് തനിക്ക് കയറ്റാനുള്ള പരിപാടിയാണത്. അതെ, നിങ്ങളെ ആർക്കില്ലാത്ത പറ്റാനൊന്നും പറയണ്ട. നിങ്ങളുടെ ആ കാര്യം എന്താണെന്ന് പറയും. ഇതിപ്പോ കയറ്റിയതൊക്കെ കയറ്റി ഞങ്ങളുടെ പൈസ പൈസ എടുക്ക്, പൈസ എടുക്ക്. എത്ര പൈസ നിങ്ങളെ? എത്ര? 4000. എത്ര? 6000. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാം. എന്താ ചേട്ടൻ സംഭവം? പറഞ്ഞു ഞങ്ങളെ പൈസ എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. 5000 രൂപ ഈ സാധനം കഴിച്ചല്ലേ? നടക്കും ചേട്ടാ. എന്റെ പൊന്ന് ചേട്ടാ, ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടാതെ ഞങ്ങൾ ഈ വണ്ടി മുമ്പോട്ട് എടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങളൊരു മാന്യമായിട്ടുള്ള ഒരു കാര്യം പറയണെന്ന് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് 5000 എന്താ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യണേന് 8000 രൂപയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇത് അങ്ങനത്തെ വീടല്ലേ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കണതാ. വാടകക്കാണ് എല്ലാരും വാടകക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പട്ടണത്തിൽ നിൽക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പറയാം, ഞാൻ എന്റെ ഒരു മര്യാദ ഞാൻ പറയാതെ നിങ്ങൾ പേടിച്ചിട്ടൊന്നല്ല. എന്റെ ഒരു മര്യാദ ഞാൻ പറയാം. ഞാനൊരു 750 റുപ്യാണ്. അതെ, വലിയ വർത്താനൊന്നും ചേട്ടാ. ഞങ്ങൾ പിച്ചക്കാശിനൊന്നും അല്ല കേട്ടോ. അതെ, നമുക്ക് വലിയ തർക്കത്തിലോട്ടൊന്നും പോകാം. നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് താല്പര്യ ചേട്ടൻ പുള്ളിനെ കണ്ട മന്മഥൻ എന്ന പേര്. എടഞ്ഞ വെറും കച്ചറയാണ് അയാള്. ഞാൻ തന്നെ ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നെ ഇത് മാറ്റി പറയരുത്. നിങ്ങൾ ഈ കാര്യം എന്തായാലും പറയും. ചേട്ടൻ നമുക്ക് ചേട്ടൻ ഒന്നും കൂടി അടുപ്പിച്ച് പറ, എന്തായാലും പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഞങ്ങൾ പോകും. അടുപ്പിച്ചെന്ന കാര്യം പറഞ്ഞു. 750 റുപ്യ ഞാൻ തരാൻ 750 രൂപ നടപടി ആവൂല, വണ്ടി പോവൂല. വേറെ കാര്യം പറയാം. മാറ്റം ഒരു ദിവസത്തെ ഒരാളുടെ കൂലി ഞാൻ തന്നെ 850 റുപ്യ തരാൻ നിങ്ങൾക്ക് അത് ഇത് പറ്റില്ല. ചേട്ടനല്ല നിശ്ചയിക്കണേ, ഇതിന് ബോർഡിൽ കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. ചേട്ടൻ അതൊന്ന് അടുപ്പിച്ച് പറ, ഞങ്ങള് ശല്യം ഉണ്ടാക്കാതെ പോകും. അതെ, ഞാനിപ്പോ ഒരു തർക്കത്തിലേക്കല്ല. ഇതിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് വീട്ടിൽ നിന്ന് സാധനങ്ങളായിട്ട് അതിന്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാണ്, ഒരു 1000 റുപ്യാണ് തരും. എടോ 1000 രൂപ എന്തുട്ടുണ്ടാക്കാം? 1000 രൂപ എന്താ പറഞ്ഞത്? 1000 രൂപക്ക് എന്ത് ചെയ്യണ്ട നിങ്ങൾ. അത് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യണ്ടേ? ഹലോ ചേട്ടാ, അതാണ് ഒരു കാര്യം മനസ്സിലാക്കാവും. ലോക കച്ചറയാണ്. അതൊക്കെ കച്ചറ. ഞാനിപ്പോ ഞാൻ ഒരു കാര്യം, ഈ സാധനം കൊണ്ടുപോകണമല്ലോ. നമുക്കത് ന്യായമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് 4500 രൂപ. നിങ്ങൾ എന്ത് ഇയാളോടൊന്നും വർത്താനം പറ. പൈസ തരാൻ പറയുന്നത്. എന്ത് എത്ര പേര് പറയണം?
ഈ സാധനങ്ങൾ കഴിഞ്ഞാൽ കാശ് അവനും കൊടുക്കണമെന്ന്. അതിനൊരു പണി എടുത്തില്ലല്ലോ. അതെ ഇത് ഞങ്ങള് ചെയ്യേണ്ട പണി ഞങ്ങളെ അറിയിക്കാതെ നിങ്ങൾ ഇത് കേറ്റില്ലേ? ആരും ഇത് വീട്ടു സാധനങ്ങൾ കഴിഞ്ഞാൽ അവകാശം വീട്ടുകാർക്ക് എന്റെ ചേട്ട വീട്ടു സാധനങ്ങൾ നിങ്ങൾ ഒറ്റക്കല്ലേ കയറ്റി, നാട്ടുകാരെയൊക്കെ മുഴുവൻ വിളിച്ചിട്ടല്ലേ കയറ്റിയത്? ഒരുപാട് അങ്ങനെയിട്ടും കൂടി പേടിപ്പിക്കല്ലേ ഞങ്ങളെ. ഇന്നലെ ഞങ്ങൾ കാണാൻ തുടങ്ങിയതല്ല. ചേച്ചി നിങ്ങൾ കാര്യം താനൊക്കെ ചേച്ചിയും കുച്ചിനൊന്നും വിളിക്കണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഇട്ടാതെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ കൊണ്ടുപോകുന്ന കാര്യം കാണാൻ നമുക്ക് കാണാനല്ലോ നീ പണി എടുക്കാതെ ഒരു രൂപ ഞങ്ങൾ തരില്ല. പിന്നെ ഈ പെണ്ണുമ്പിള്ളേടെന്ന് പറഞ്ഞിട്ട് കാര്യം നീ വിളിക്കുകയല്ലേ? പത്രോസേട്ടാ, ഇവര് പൈസ തന്നില്ല, ഇയാൾ കച്ചറ ഉണ്ടാക്കിയാണ്. ആ ഷാനമോനെയും ബൈജൂനെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ സീൻ ഉണ്ടാക്കിയാണ്. എല്ലാരും വാ, എല്ലാരും വാ. നടക്കൂല. ആരാണ് വിളിച്ചത്? ഞങ്ങൾ ഒരുപാട് അങ്ങനെ പേടിപ്പിക്കണം. ഇതൊക്കെ നിയമവും കോടതി പോലീസൊക്കെ ഉണ്ടല്ലോ. പിന്നെ പോലീസ് വന്നാ പിന്നെ ഞങ്ങളങ്ങ് ഞങ്ങളുടെ പണി നിങ്ങളുടെ സൗകര്യത്തിന് പോകാൻ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിയാൽ ഞങ്ങൾ പോലീസ് വരും കളി കാര്യമാവും. അയ്യോ പോലീസ് ഞങ്ങള് ഇങ്ങനെ മുണ്ടുമൂടി മൂക്കിൽ കയറ്റി നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഞങ്ങൾ അതിനേക്കാളും വലിയ കഥ പറയണ്ട. പോ വണ്ടി സത്യശീല വണ്ടി ലോഡ് കയറ്റി പോണ ആളല്ലേ? നിനക്ക് അറിഞ്ഞൂടെ ഇത് യൂണിയൻകാരെ പണിയാണെന്ന്? എന്റെ പൊന്നു മന്മ, ഇത് വേറെ 4 കസാര മേശല്ലേ? ഏടോ സത്യം ഇങ്ങനെ എല്ലാരും പറഞ്ഞു ഞങ്ങൾ എങ്ങനെ ജീവിക്കും അതും കൂടി പറ. നിങ്ങളുടെ നാട്ടിലെത്തുമ്പോ ഞങ്ങൾ കാര്യമില്ലല്ലോ. ഇത് വീട്ടില് വണ്ടി കഴിച്ചിട്ടല്ലേ സാധനം ഞങ്ങളുടെ പണിയാണ്. നിങ്ങളുടെ പണിയാന്ന് ഒരു 2000 കൊടുക്ക്. നീ കൊടുക്കോ ബാക്കി അതിനോട്ട് നീ കൊടുക്കോ. ആരും ഞാൻ കൊടുക്കാൻ തോന്നുന്നു. നീ കൊടുക്കോ. എന്നാ കയ്യിലെന്നാ പിന്നെ എന്ത് പത്താനും പറ്റുന്നു. നീ ആരും പിടിച്ചെടുത്ത് കൊടുക്കണം. നീ